ശിരശ്രീമതിന്തും ശിരുതശ്രീ മുകുന്ദം. ഗുരുദേവൻ വിനായകാഷ്ടകം എഴുതി. ഈ രണ്ട് ഗുരുക്കന്മാർക്കും ഗണപതി ഇല്ലാതെ പറ്റിയില്ല. പ്രതീകാത്മകത്വം, ഇത്രയും വലിയ പ്രതീകാത്മകത്വമുള്ള ഒരു ദേവത വേറെയില്ല. മനുഷ്യൻ്റെ രൂപം, ആനയുടെ രൂപം. ഒരു ഉപാസന സാധാരണ മനുഷ്യർക്ക് സ്ഥൂലോപാസനയാണ് വേണ്ടത്. ഉപാസന 3 തരത്തിലാണ്: സ്ഥൂലോപാസന, സൂക്ഷ്മോപാസന, പരോപാസന. അതുതന്നെയാണ് കായികം, വാചികം, മാനസികം. അതുതന്നെയാണ് ബഹിർയാഗം, അന്തർയാഗം, ഭാവന. ആദ്യമായി സാധാരണ മനുഷ്യൻ ഒരു ഭക്തനായിട്ട് മാറുന്നു. സാധാരണ മനുഷ്യൻ ഒരു ഭക്തനായിട്ട് മാറണമെങ്കിൽ ആ ദേവതയുടെ സ്ഥൂലരൂപം അവർക്ക് ആവശ്യമാണ്. ഗണപതിയെ കാണുന്ന സമയത്ത് ഒരു കയ്യിലൊരു തോട്ടിയുണ്ട്, ഒരു കയ്യിലൊരു പുഷ്പമുണ്ട്, ഒരു കയ്യിൽ ലഡു മോദകമുണ്ട്, ഒരു കയ്യിൽ കുരുക്കിട്ട കയറുണ്ട്. ഇത് തന്നെ ലളിതാദേവിയുടെ കയ്യിലുണ്ട്. രാഗസ്വരൂപ പാശാഠ്യ, രാഗസ്വരൂപം പാശമാണ്. രാഗസ്വരൂപമായിരിക്കുന്ന പാശം ദേവിയുടെ കയ്യിലുണ്ട്. ക്രോധാകാരാങ്കുശോജ്വല, ക്രോധമാകുന്ന അങ്കുശം ദേവിയുടെ കയ്യിലുണ്ട്. ഈ ക്രോധം ആരുടേതാണ്? നമ്മളുടേതാണ്. ഭക്തജനങ്ങളുടെ ക്രോധമാണ് ദേവിയുടെ കയ്യിലുള്ള അങ്കുശം. ഭക്തരുടെ കോപത്തെ നശിപ്പിക്കണമെങ്കിൽ ദേവിയുടെ അങ്കുശത്തെ മനനം ചെയ്യണം. ഭക്തരുടെ പാശമാണ് ദേവിയുടെ കയ്യിലുള്ള കുരുക്കിട്ട കയറ്. ഈ കുരുക്കിട്ട കയറ് ഗണപതിയുടെ കയ്യിലുണ്ട്. അങ്കുശവും ഗണപതിയുടെ കയ്യിലുണ്ട്. ഗണപതിയുടെ കയ്യിൽ ഒരു പുഷ്പമുണ്ട്, മോദകമുണ്ട്. ഇതെന്തിനു വേണ്ടി ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നു? ഇത്രയും കുടവയറുള്ള കൊതിയനായ ഗണപതിക്ക് ഈ ഒരു ലഡു മതിയോ? പിന്നെ എന്തിനങ്ങനെ പിടിച്ചിരിക്കുന്നത്? നമ്മളിങ്ങനെ കുതിപ്പിക്കാൻ വേണ്ടിയാണോ? ഇതൊക്കെയാണ് ഈ മിത്താണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. ആന്തരികമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ശാസ്ത്രീയത ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഒരു ദേവതയുടെ സ്ഥൂലരൂപം കാണുന്ന സമയത്ത് കയ്യിലുള്ള വസ്തുക്കൾ അവൻ കാണുന്നു, ഭക്തൻ. ഈ വസ്തുക്കളെ മനനം ചെയ്യുന്ന സമയത്ത് അവന് ബുദ്ധിവികാസമുണ്ടാകുന്നു. ഇതാണ് മഹർഷിമാർ രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ദുർവാസാവ് മഹർഷി ദേവി മഹിമന സ്തോത്രം എന്ന സ്തോത്രം എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്: പാശധ്യാനവശാത് സമസ്ത ജഗതാം മൃത്യോർ വശിത്വം നയേത്. ദേവിയുടെ കയ്യിലുള്ള പാശത്തെ നിങ്ങൾ മനനം ചെയ്യുന്നത് വഴി മൃത്യുവിനെ പോലും നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. ദുർഗസ്തംഭ മഹാങ്കുശസ്യ മനനാത് മായാം അമേയാം തരേത്. ദേവിയുടെ കയ്യിലുള്ള അങ്കുശത്തെ നിങ്ങൾ മനനം ചെയ്യുന്നത് വഴി മായയാകുന്ന, അമേയായിരിക്കുന്ന മായ, ആവരണശക്തി, വിക്ഷേപശക്തി, ഈ 2 ശക്തിവിശേഷങ്ങളെ നിങ്ങൾക്ക് മാറ്റാൻ സാധ്യമാകുന്നു. ചാപധ്യാനവശാത് മഹാമോഹസ്യ വിജൃംഭണം. ദേവിയുടെ കയ്യിലുള്ള ചാപം, ആ വില്ലിനെ നിങ്ങൾ മനനം ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് അമിതമായിരിക്കുന്ന മോഹത്തെ മാറ്റാൻ പറ്റും. അപ്പോൾ ദേവതയുടെ കയ്യിലുള്ള ഉപാധികളെ എപ്പോഴും മനനം ചെയ്യുക. ഇതാണ് മഹർഷിമാർ നമ്മളോട് പറയുന്നത്. ധന്വന്തരി മഹർഷി, ആ ധന്വന്തരി ദേവതയുടെ കയ്യിൽ ഒരു അട്ടയെ പിടിച്ചു വച്ചിട്ടുണ്ട്. ധന്വന്തരി എന്ന് പറയുന്ന ദേവത പാലാഴി സമയത്ത് വന്ന ദേവതയാണ്, അമൃത് കൊണ്ടുവന്ന ദേവതയാണ്, വൈഷ്ണവ ചൈതന്യമാണ്. ഒരു കയ്യിൽ സുദർശന ചക്രം, ഒരു കയ്യിൽ അട്ട, ഒരു കയ്യിൽ അമൃതകുംഭം. ശംഖ്, ചക്രം, അമൃതകുംഭം, അട്ട. അട്ട എന്ന് പറയുന്നത് ദുഷിച്ച രക്തം വലിച്ചെടുക്കുന്നതാണ്. ഈ മലയോര പ്രദേശങ്ങളിൽ പോകുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരത്തിൽ കാല് കയറി പിടിക്കും. ഇത് വിട്ട് കളയാൻ പറ്റില്ല. ചോര മുഴുവൻ കുടിച്ചതിന് ശേഷമേ പുറത്തു പോകുള്ളൂ. ഈ അട്ടയെ ധന്വന്തരി മൂർത്തി പിടിച്ചു വച്ചിരിക്കുകയാണ്. ആ ധന്വന്തരി ഭഗവാന്റെ കയ്യിലുള്ള അട്ടയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ധന്വന്തരി മന്ത്രം ജപിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏത് രോഗവും മാറും. അച്യുതാനന്ദ ഗോവിന്ദ വിഷ്ണു നാരായണാമൃത രോഗാന്മേ നാശയാശേഷാൻ ആശു ധന്വന്തരേ ഹരേ. ഇതാണ് ധന്വന്തരി മന്ത്രം. അട്ടയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നവരുടെ രോഗം മാറാറുണ്ട്. കയ്യിലുള്ള ഉപാധികളെ മനനം ചെയ്യുക. ഈ മനനം ചെയ്യാൻ പറ്റുന്ന അനവധി കാര്യങ്ങളാണ് ഗണപതിയുടെ കയ്യിലുള്ളത്. ഇങ്ങനെയുള്ള ഒരു ദേവത സങ്കല്പം വേറെയില്ല. ആദ്യം തന്നെ കുരുക്കിട്ട കയറ്. ഒരു ഭക്തൻ്റെ മനസ്സ് ചഞ്ചലമാണ് എപ്പോഴും. ആ മനസ്സിൻ്റെ ചഞ്ചലാവസ്ഥയെ മാറ്റുവാൻ വേണ്ടി കയറിൻ്റെ കഷ്ണം, ആ കയറിൻ്റെ കഷ്ണത്തിൻ്റെ നീളം എത്രയാണ് ഏകദേശം പറയുകയാണെങ്കിൽ, കൃത്യമായിട്ടുള്ള അളവ് പറയാൻ പറ്റില്ല. ഒരു കുതിരക്കാരൻ കുതിരയെ നിയന്ത്രിക്കുവാൻ വേണ്ടി കുതിരയുടെ കഴുത്തിൽ നിന്നും ആ സവാരിക്കാരൻ്റെ കൈ വരെയുള്ള ആ കയറിൻ്റെ നീളം ഏകദേശം. അതിശക്തിമാനായിരിക്കുന്ന കുതിരയെ
ആ കുതിരയുടെ ശക്തിയുടെ 10% ശക്തിയുള്ള കുതിരസവാരിക്കാരൻ നിയന്ത്രിക്കുന്നു. ഈ ചരട് പിടിച്ചു വലിച്ച് നിയന്ത്രിക്കുന്നു. ഇങ്ങനെ മനസ്സിനെ, ഭക്തൻ്റെ മനസ്സിനെ നിയന്ത്രിക്കുവാൻ വേണ്ടി ഗണപതിയുടെ കയ്യിലുള്ള കുരുക്കിട്ട കയർ ചിന്തിച്ചുകൊണ്ടിരിക്കുക. നിയന്ത്രണ വിധേയമല്ലാത്ത ആഗ്രഹങ്ങൾ മനുഷ്യൻ്റെ മനസ്സിനെ അധപതിപ്പിക്കുന്നു. ഇതിൽ നിന്നും ഒരു മോചനം കിട്ടണം. അതിന് ഗണപതിയുടെ ഉപാസനയിൽ കൂടി കിട്ടും. അങ്കുശം, തോട്ടി, ബാഹ്യമായിരിക്കുന്ന അപകടങ്ങൾ നമുക്കുണ്ട്. ശരീരത്തിൻ്റെ അകത്ത് 6 ശത്രുക്കളുണ്ട്: കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മത്സര്യം. ഞാൻ ജനിക്കുന്ന സമയത്ത് തന്നെ, നിങ്ങൾ ജനിച്ച സമയത്ത് തന്നെ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ അസുരന്മാർ അവിടെ ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. ഈ അസുരന്മാരെ നശിപ്പിക്കണമെങ്കിൽ ഗണപതിയുടെ കയ്യിലുള്ള തോട്ടിയെ മനനം ചെയ്യുക. മോദകം, ലഡു, മുദ്ധാതുവിന് സന്തോഷമെന്നർത്ഥം, ആനന്ദമെന്നർത്ഥം. ഗണപതി പറയുന്നത്, എൻ്റെ കയ്യിലൊരു മോദകം ഞാൻ പിടിച്ചു വച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ്, നിങ്ങളിത് ചിന്തിച്ചു കൊണ്ടിരിക്കൂ. നിത്യാനന്ദം, നിത്യ നന്മ, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. എന്നെ ഉപാസിക്കുന്നത് വഴി നിങ്ങൾക്ക് ഞാനത് തരാം. പുഷ്പം, വ്യത്യസ്തമായ ഗണപതി സങ്കല്പങ്ങളുണ്ട്. 64 ഗണപതിമാരെന്ന് പറയുന്നു, 51 എന്ന് പറയുന്നു, 36 എന്ന് പറയുന്നു, 16 എന്ന് പറയുന്നു. വ്യത്യസ്തമായ ഗണപതികളുടെ കയ്യിൽ വ്യത്യസ്തമായ സാധനങ്ങളാണ് പിടിച്ചിരിക്കുന്നത്. ഒരു ഗണപതിയുടെ കയ്യിൽ ഒരു പുഷ്പം പിടിച്ചു വച്ചിട്ടുണ്ട്. പുഷ്പം ഫലസ്യ ഹേതു, ഒരു ഫലമുണ്ടാകുവാൻ വേണ്ടി ഒരു പുഷ്പം ജനിക്കണം. കുമ്പളങ്ങ, മത്തങ്ങ ഉണ്ടാകാൻ വേണ്ടി മഞ്ഞ പുഷ്പം ആദ്യം ഉണ്ടാവും. ഒരു മുളകുണ്ടാവാൻ വേണ്ടി ഒരു വെളുത്ത പുഷ്പം ഉണ്ടാവും. തേങ്ങ ഉണ്ടാവാൻ വേണ്ടി മഞ്ഞ നിറത്തിലുള്ള പൂക്കലും ഉണ്ടാവും. പുഷ്പം ഫലസ്യ ഹേതു, ഫലമുണ്ടാകാനുള്ള കാരണം പുഷ്പമാണ്. ഗണപതിയുടെ കയ്യിലുള്ള പുഷ്പത്തെ നിങ്ങൾ മനനം ചെയ്യുന്നത് വഴി വിഘ്ന നിവാരണ ഫലമെന്ന് പറയുന്നൊരു ഫലം ഞാൻ നിങ്ങൾക്ക് തരാം. പുഷ്പത്തെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നോളൂ. ഒടിഞ്ഞ കൊമ്പ്, ഒരു കൊമ്പ് ഭക്തനും ഒരു കൊമ്പ് ഭഗവാനുമാണ്. ഒടിയാത്ത കൊമ്പ് ഭഗവാൻ, ഒടിഞ്ഞ കൊമ്പ് ഭക്തൻ. ഗണപതി തരുന്ന സന്ദേശം എന്താണ്? ഭഗവാനും ഭക്തനും വേറെ വേറെയല്ല, ദ്വന്ദ്വ നിരാകരണമാണ് ആ ഒടിഞ്ഞ കൊമ്പ്. നിങ്ങൾ ഭക്തന്മാർ, ഞാൻ പരമാത്മാവ്, ഇതാണ് ഗണപതി പറയുന്നത്. നിങ്ങൾ ജീവാത്മാവ്, ഞാൻ പരമാത്മാവ്. ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല എന്ന് കാണിക്കാൻ വേണ്ടി കൊമ്പൊടിച്ചിരിക്കുകയാണ്. ഇത് രണ്ടും എൻ്റെ അംശം തന്നെയാണ് നിങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്നെ ഉപാസിച്ചു കൊള്ളുക. ഒടിഞ്ഞ കൊമ്പ് എഴുത്താണിയുടെ സങ്കല്പമാണ്. കവിയും കവീനാം ഉപമശ്രവസ്തമം, കവികളിൽ വെച്ച് കവിയാണ് ഗണപതി. മഹാഭാരതം എഴുതുവാൻ വേണ്ടി എഴുത്താണി വേണം. ആ എഴുത്താണിയുടെ പ്രതീകമാണ് ഒടിഞ്ഞ കൊമ്പ്. അപ്പോൾ ഒരു കലാകാരൻ കൂടിയാണ് ഗണപതി. ആ ഒടിഞ്ഞ കൊമ്പിനെ പറ്റി നിങ്ങൾ മനനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കലാവാസന ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഒടിഞ്ഞ കൊമ്പിൻ്റെ പ്രതീകാത്മകത. തുമ്പിക്കൈ, ആ തുമ്പിക്കൈൻ്റെ അറ്റത്ത് 2 സുഷിരങ്ങളുണ്ട്. ബാഹ്യമായിരിക്കുന്ന ഒരു വലിയ മരം കടപുഴക്കിയെടുക്കുവാൻ ആ ആനയ്ക്ക് പറ്റും. ഒരു ചെറിയ സൂചി മണ്ണിൽ വീണ് കഴിഞ്ഞാൽ എടുക്കാനേ എന്ന് പാപ്പാൻ പറയുമ്പോൾ തന്നെ ആന നമ്മൾ സൂചി എടുക്കുന്നൊരു സ്പീഡിൽ അത് എടുക്കും. ആ 2 ദ്വാരത്തിൻ്റെ മുമ്പിലുള്ള ഭാഗം വിരലായിട്ട് മാറും. പെട്ടെന്ന് ആനയ്ക്ക് സൂചി എടുക്കാൻ പറ്റും. ആ 2 സുഷിരങ്ങൾ ഒന്ന് ജ്ഞാനവും ഒന്ന് വിജ്ഞാനവുമാകുന്നു, അല്ലെങ്കിൽ ഒന്ന് ജ്ഞാനവും ഒന്ന് അജ്ഞാനവുമാകുന്നു. ദേവതാ സങ്കല്പമാണ് ആന, മനുഷ്യ സങ്കല്പമാണ് താഴെയുള്ള 2 കാലുകൾ. ആന എന്ന് പറയുന്നത് ദേവതാ സങ്കല്പമാണ്. ആ സുഷിരത്തെ മനനം ചെയ്യുന്നത് വഴി വിജ്ഞാനവും ജ്ഞാനവും അജ്ഞാനവും, ഏതെല്ലാം ജ്ഞാനങ്ങളുണ്ടോ, നിർവികൽപ്പജ്ഞാനം, സവികൽപ്പജ്ഞാനം, അധ്യാത്മജ്ഞാനം, ഭൗതിക ജ്ഞാനം, എല്ലാ ജ്ഞാനങ്ങളും ആ തുമ്പിക്കൈൻ്റെ സുഷിരങ്ങളിൽ കൂടി അത് മനനം ചെയ്യുന്നത് വഴി കിട്ടുന്നു. നന്മ, തിന്മ, ആന്തരികമായിരിക്കുന്ന സൂക്ഷ്മവൃത്തി, ബാഹ്യമായിരിക്കുന്ന അപകടം, ഇതെല്ലാം ഈ ഉപാസനയിൽ കൂടി നമുക്ക് അറിയാൻ സാധ്യമാകുന്നു. കുടവയറ്, അഖിലാണ്ടം മുഴുവനും എൻ്റെ ശരീരത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് വയറിൻ്റെ പ്രതീകാത്മകത്വം. ആനരൂപം പ്രണവസ്വരൂപമാണ് ആന. ആനയുടെ രൂപം എഴുതുന്നത് സംസ്കൃത ഭാഷയിലെ ഓം എന്നെഴുതുന്നതിന് തുല്യമാണ്. അപ്പോൾ ആനയ്ക്കൊരു അക്ഷരലിപി സങ്കല്പമുണ്ട്, പ്രണവസങ്കല്പമുണ്ട്. ആനയുടെ ആ പ്രണവത്തിൻ്റെ ആന്തരിക തത്വം രൂപഭാവത്തിൽ പ്രതിനിധീകരിക്കുന്നു ആന. ശബ്ദം, ആനയുടെ ശബ്ദത്തിൽ ഓങ്കാരധ്വനി കൂടുതലാണ്.
മഹർഷിമാർ എല്ലാ മൃഗങ്ങളുടെയും ശബ്ദത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കിയ സമയത്ത് ഓം എന്ന് പറയുന്ന ശബ്ദം ആന ചിഹ്നം വിളിക്കുന്ന ശബ്ദത്തിൽ വരുന്ന ആ ശബ്ദത്തിൽ ആണ് കൂടുതൽ അടങ്ങിയിരിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് പ്രണവസ്വരൂപനായിട്ട് ഗണപതിയെ പറയുന്നത്. നരരൂപം ജീവാത്മാവാണ്, ആന പരമാത്മാവാണ്. പരമാത്മാവും ജീവാത്മാവും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുന്നു. അഹം ബ്രഹ്മാസ്മി തത്വമസി തത് ത്വമസി, ഞാൻ ബ്രഹ്മമാകുന്നു, അത് തന്നെ നീയാകുന്നു. ആ തത്വമസ്യാത്മകനാണ് ഗണപതി. അതാണ് ആനരൂപവും മനുഷ്യരൂപവും. നാളികേരമുടയ്ക്കുക എന്നത് ഗുരുവായൂർ അമ്പലത്തിൽ ചെയ്യാൻ പറ്റില്ല, ഏറ്റുമാനൂർ ചെയ്യാൻ പറ്റില്ല, കാടാമ്പുഴ പറ്റില്ല, ചോറ്റാനിക്കര പറ്റില്ല. ഗണപതിക്ക് പറ്റും, ശാസ്താവിന് പറ്റും, വേട്ടക്കിരന് പറ്റും. എല്ലാ സ്ഥലത്തും നാളികേരം പറ്റില്ല. കഴിഞ്ഞ ജന്മത്തിലെ പാപവും ഈ ജന്മത്തിലെ പാപവും ഉരുണ്ട് കൂട്ടി ഇത് നശിപ്പിച്ചു കളയുന്നു എന്ന സങ്കല്പത്തിലാണ് ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുന്നത്. പാർത്ഥിവാംശം കൂടുതലുള്ള ദേവതമാരാണ് ഗണപതി, വേട്ടക്കരൻ, ശാസ്താവ്. പൃഥ്വി തത്വമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് ഈ നാളികേരം ഉടയ്ക്കുക. ആ നാളികേരം ഉടയ്ക്കുന്നത് വഴി മനസ്സിനൊരു സ്വതന്ത്രത, ഒരു സ്വാതന്ത്ര്യം രഹസ്യമായിട്ട് കിട്ടുന്നുണ്ട്. മൂഷിക വാഹന തത്വം. എലി 3 തരത്തിലാണ് എലികളുള്ളത്. ഒന്ന് തൊരപ്പൻ, വലിയ എലി, അതിന് ചെറിയ താഴെ ഒരു എലിയുണ്ട്, പിന്നെ ചുണ്ടലിയുണ്ട്. ഈ 3 എലികളിൽ വെച്ച് ഏറ്റവും ചെറിയ എലിയെയാണ് ഞാൻ വാഹനമായിട്ട് ഉപയോഗിക്കുന്നത്. നികൃഷ്ട ജീവിയാണ്, ക്ഷുദ്രജീവിയാണ് എലി. ഈ എലിയെ ഞാൻ എൻ്റെ വാഹനമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ആ ക്ഷുദ്രജീവിയേലും വലിയ മഹത്വമുള്ള മനുഷ്യർക്ക് എൻ്റെ തത്വം മുഴുവൻ ഉൾക്കൊള്ളുവാൻ പറ്റും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ എലിയുടെ പേരാണ് മൗസ് എന്നത്. ഹാർഡ്വെയർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൗസ് വേണം കമ്പ്യൂട്ടറിൽ. ആ എലിയുടെ പേരായിട്ടിരിക്കുന്നത് അത് ഗണപതിയുടെ ചുണ്ടലിയുടെ പ്രതീകാത്മകമാണ് മൗസ്. ഏത്തമിടൽ, നാം ചെയ്യുന്ന പാപകർമ്മങ്ങൾ ചുരുണ്ടുകൂടി അത് ഭൂമിയിൽ നശിച്ചു പോകട്ടെ, തെറ്റുകൾ കായികമായി ഏറ്റുപറയുന്ന സങ്കല്പമാണ് ഏത്തം. അത് ഇടത്തെ കൈ വലത്തെ ചെവിയിലും ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഏത്തമിടുന്നത് ഗണപതിയുടെ മുമ്പിൽ പോയി ഇങ്ങനെ 3 പ്രാവശ്യം കാണിക്കും, ഇങ്ങനെ കാണിക്കും. ഇത് ഏത്തമല്ല, ഇതിപ്പോൾ പുതിയ ഏത്തമാണ്, ന്യൂ ജനറേഷൻ ഏത്തമാണ്. ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. കാലുകൾ പിണച്ചു വെച്ചുകൊണ്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ട് കൈമുട്ടുകൾ നിലത്ത് മുട്ടിക്കുക എന്നതാണ് ഏത്തം. ഈ ഏത്തം ആദ്യമിട്ടത് പരമശിവനാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനി രാവണനും ഏത്തമിട്ടു എന്നാണ് പറയുന്നത്. രാവണൻ കൈലാസത്ത് പോയി ശിവനെ പ്രീതിപ്പെടുത്തി ഒരു ശിവലിംഗം പരമശിവൻ രാവണന് കൊടുത്തു. ഇത് ലങ്കയിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ച് പൂജ ചെയ്തു കഴിഞ്ഞാൽ രാവണനെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. ശ്രീരാമചന്ദ്രന് കൊല്ലാൻ സാധ്യമല്ല. അത്ര പവർഫുള്ളായിരിക്കുന്ന ശിവലിംഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇതറിഞ്ഞ് ദേവന്മാരറിഞ്ഞു, ഗണപതിയോട് പറഞ്ഞു, ഒരു കാര്യം ഞങ്ങൾക്ക് സാധിക്കാനുണ്ട്. എന്താണ് സാധിക്കേണ്ടത്? ഈ ശിവലിംഗം ലങ്കയിൽ കൊണ്ടുവയ്ക്കാൻ പാടില്ല. അത് ഞാൻ ഏറ്റു, നിസ്സാരമായ കാര്യമില്ലേ ഉള്ളൂ. ബ്രാഹ്മണൻ്റെ വേഷം ധരിച്ച് ഗണപതി പുറകെ കൂടി. എങ്ങോട്ടാണ് അങ്ങ് പോകുന്നത്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ഞാനൊരു ബ്രാഹ്മണനാണ്, എങ്ങോട്ടാ യാത്ര, എവിടെയാണ് സ്വദേശം എന്നൊക്കെ പറഞ്ഞ് വർത്താനം പറഞ്ഞ് പോകുന്ന സമയത്ത് ഗണപതി രാവണന് മൂത്രശങ്ക ഉണ്ടാക്കി. മൂത്രം ഒഴിപ്പിച്ചേ പറ്റൂ ഇപ്പോൾ. അപ്പോൾ രാവണൻ പറയണം, എനിക്കൊരു മൂത്രശങ്ക വന്നിട്ടുണ്ട്, ഈ ശിവലിംഗം ഒന്ന് അങ്ങ് പിടിക്കാമോ? പിടിക്കാമല്ലോ, പക്ഷേ ഇത് ഇത്രയും വലിയ ശക്തിയുള്ള ആ വെയിറ്റുള്ള സാധനം എനിക്ക് കൂടുതൽ സമയം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ 3 പ്രാവശ്യം അങ്ങേ വിളിക്കും, 3 പ്രാവശ്യം വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ ഞാൻ താഴെ വയ്ക്കും. ശരിയെന്ന് പറഞ്ഞ് മൂത്രം ഒഴിക്കാൻ തുടങ്ങിയ സമയത്ത് മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഗണപതി വിചാരിച്ചിട്ട് ഇങ്ങനെ മൂത്രം ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഇതൊക്കെ ഗണപതി വിചാരിച്ചാൽ പറ്റും. രാവണോ 3 പ്രാവശ്യം വിളിക്കലും ശിവലിംഗം അവിടെ താഴെ വയ്ക്കലും ഒപ്പമായി. ഈ സാധനം ലങ്കയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. ഇത് സാധിച്ചത് ഗണപതി മുഖേനയാണ്. മൂത്രവശ പരിപാടിയെല്ലാം കഴിഞ്ഞ് വന്നു. എന്താ സംഭവിച്ചത്? എനിക്കിത് എൻ്റെ പിടിക്കാൻ പറ്റിയില്ല, ഞാൻ താഴെ വയ്ക്കുകയുണ്ടായി. അപ്പോൾ രാവണൻ ഇങ്ങനെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ഗണപതിയുടെ 2 കവിളിൽ ഇങ്ങനെ മുട്ടിച്ചു, ദേഷ്യം കയറി. ഈ സമയത്ത് ഗണപതിക്ക് വേദന എടുക്കുകയും ഗണപതി വിശ്വരൂപം കാണിക്കുകയും ചെയ്തു. ഈശ്വര എന്ന് പറഞ്ഞ് ഗണപതിയെ സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ഏത്തമിട്ടു എന്നാണ് രാവണൻ. ഇതാണ് ആദ്യത്തെ ഏത്തം എന്ന് പറയപ്പെടുന്നു. ഇതൊരു കഥ
കഥയുടെ പുറകെ പോകരുത്, കഥയിൽ ചോദ്യമില്ല. ആദ്യം ഞാൻ പറഞ്ഞു, പരമശിവൻ ഏത്തമിട്ട് കാണിച്ച് കളിപ്പിച്ച് ചിരിപ്പിച്ച് പാത്രങ്ങൾ പുറത്ത് ചാടി. ഈ കഥകളൊക്കെ മിത്താണ്, മിത്തിൻ്റെ പുറകെ പോകരുത്. ആദ്യം ഏത്തമിട്ടത് രാവണനും പരമശിവനുമെന്ന് ആ കഥ പ്രചലിച്ചുകൊണ്ടേയിരിക്കുന്നു. വലങ്കയ്യാൽ വാമശ്രവണവും, വലങ്കയ്യാൽ വാമം ഇടത്ത് ശ്രവണവും, ഇടം കൈവിരലിനാൽ വലം കാതും തൊട്ട് ആ കഴലിണ പിഴച്ചുള്ള നിലയിൽ നിലം കൈമുട്ടാലേ, ഈ രണ്ട് കൈമുട്ടുകളും നിലത്ത് മുട്ടിക്കണം. പലകുറി തൊടുന്നേൻ അടിയൻ ഇന്ന് അലം കാരുണ്യാബ്ധേ കളക മമ വിഘ്നം ഗണപതേ. ഇങ്ങനെ ചെയ്യുന്നത് വഴി മനുഷ്യ ശരീരത്തിൽ ഉള്ള നെഗറ്റീവ് എനർജി എർത്ത് ചെയ്തു പോകുന്നു. മലിന ഊർജ്ജം മനുഷ്യ ശരീരത്തിലുണ്ട്. ഇത് കൈമുട്ടിൽ കൂടി എർത്ത് ചെയ്തു പോവുക, അതാണ് ഏത്തത്തിൽ സംഭവിക്കുന്നത്. മാത്രമല്ല, ഏത്തമിടുന്ന സമയത്ത് നട്ടല് വളയുന്നത് വഴി മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനി ശക്തിക്ക് പ്രസരണമുണ്ടാകുന്നു. ആ മൂലാധാരത്തിൻ്റെ അധിഷ്ഠാന ദേവത ഗണപതിയാണ്. അതിൽ 4 ഇതളുകളാണ്. വാശാഷാസ ഇതളുകളുണ്ട്. അതിനകത്തൊരു ത്രികോണമുണ്ട്. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണികളായിരിക്കുന്ന ദേവതാസങ്കല്പങ്ങളാണ് ആ ത്രികോണത്തിലുള്ളത്. അതിൻ്റെ അകത്താണ് സ്വയംഭുലിംഗവിഷ്ഠിതമായിരിക്കുന്ന ശിവലിംഗമുള്ളത്. അവിടെ 3.5 ചുറ്റ് ചുറ്റി എന്നും 7.5 ചുറ്റ് ചുറ്റി എന്നും പറയുന്നു. ഒരു പാമ്പ്, കുണ്ടലിനി എന്ന് പറയുന്ന പേരുള്ള പാമ്പ്, തല താഴേക്കാക്കി കിടക്കുകയാണ്. ഈ പാമ്പിനെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, ഈ ആജ്ഞാചക്രത്തിലേക്ക് പ്രവേശിപ്പിക്കണം. അതിനുവേണ്ടി ആ ചക്രത്തെ ഉണർത്തുക, അതിൻ്റെ അകത്തുള്ള കുണ്ടലിനി എന്ന പാമ്പിനെ സ്പന്ദിപ്പിക്കുക. ഇത് സ്പന്ദിപ്പിക്കുവാൻ വേണ്ടിയാണ് ശ്രീനാരായണ ഗുരുദേവൻ ആടുപാമ്പേ പുനം തേടുപാമ്പേ അരുൾ ആനന്ദക്കുത്തു കണ്ടാടുപാമ്പേ തിങ്കളും കൊന്നയും ചൂടും ഈശൻ പദ പങ്കജം ചേർന്ന് നിന്നാടുപാമ്പേ. തിങ്കളും കൊന്നയും ചൂടുന്ന ഈശൻ സാക്ഷാൽ പരമശിവൻ. ആ പരമശിവൻ്റെ പങ്കജം ചേർന്ന് നിന്നുകൊണ്ട് നീ ഒന്ന് ആടി മുകളിലേക്ക് പോകൂ പാമ്പേ എന്നാണ് ഗുരുദേവൻ പറഞ്ഞത്. ഗുരുക്കന്മാർ ഇത് അനുഭവിച്ചവരാണ്. അത് ഉത്തേജനം കിട്ടണമെങ്കിൽ ഏത്തമിടൽ എന്ന ക്രിയയിൽ കൂടി നമുക്കത് സാധ്യമാകുന്നു. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ഇത് പറ്റില്ല, ശിവൻ്റെ മുമ്പിലും പറ്റില്ല, ദേവിയുടെ മുമ്പിലും പറ്റില്ല, മുരുകൻ്റെ മുമ്പിലും പറ്റില്ല. ഗണപതിക്ക് മാത്രമാണ് ഏത്തമുള്ളത്. പ്രധാനപ്പെട്ട 8 ഗണപതി സങ്കല്പങ്ങളുണ്ട്. ഒന്ന് വികട ഗണപതി. മയിലാണ് വാഹനം. ഗണപതി എന്താ പറയുന്നത്? എൻ്റെ അച്ഛൻ ഒരു വാഹനമേ ഉള്ളൂ കാള, എൻ്റെ അമ്മയ്ക്കൊരു വാഹനമുള്ളൂ സിംഹം, എൻ്റെ സഹോദരൻ ഒരു വാഹനമേ ഉള്ളൂ മയിൽ, എനിക്ക് 4 വാഹനമുണ്ട്. എനിക്ക് മയിൽ വാഹനം വേറെയുണ്ട്. അതാണ് വികട ഗണപതി. വികടോ നാമ വിഖ്യാത കാമാസുരപ്രദാഹക മയൂരവാഹനശ്ചായം. കാമാസുരൻ എന്ന് പറഞ്ഞൊരു അസുരനുണ്ട്. ആ അസുരനെ കൊന്നവനാണ് വികട ഗണപതി. ലംബോദര ഗണപതി എന്ന് പറഞ്ഞാൽ വയറ് തൂങ്ങിക്കെടുക്കുന്ന ഗണപതി. പ്രായമാകുന്ന സമയത്ത് വയറ് തൂങ്ങും, പ്രത്യേകിച്ച് സ്ത്രീകളുടെ. അതാണ് ലംബം, നീളമുള്ള വയറുള്ള ഗണപതി. അതാണ് ലംബോദര ഗണപതി. ലംബോദരാവതാരോ വൈ. ഇനി ഗജാനന ഗണപതി. ഗജാനന സവിജ്ഞായ ലോഭാസുര പ്രദാഹക. ലോഭാസുരൻ എന്ന് പറയുന്ന അസുരനെ കൊന്നവനാണ്. ഇനി മഹോദര ഗണപതി, വലിയ വയറുള്ള ഗണപതി, അതാണ് മോഹാസുരനെ കൊന്നത്. ഏകദന്ത ഗണപതി, അത് മദാസുരനെ കൊന്ന ഗണപതിയാണ്. വക്രതുണ്ട ഗണപതി, ഈ ഗണപതിയുടെ വാഹനം സിംഹമാണ്. എലി മാത്രമല്ല ഗണപതിക്ക് വാഹനം, മയിലുണ്ട്, സിംഹമുണ്ട്. വക്രതുണ്ട ഗണപതി. വക്രതുണ്ടാവതാരശ്ച മത്സരാസുരഹന്തക സിംഹവാഹനക സ്മൃത. ഇത് സിംഹവാഹനാണ്. ഈ 6 അസുരന്മാരാരാണ്? ഇപ്പം ഞാൻ പറഞ്ഞ പേരുകൾ കാമ, ക്രോധ, ലോഭ, മോഹ, മത, മാത്സര്യാണ്. നമ്മുടെ ശരീരത്തിലുള്ള 6 ശത്രുക്കളാണ് ഈ പറഞ്ഞ അസുരന്മാർ. ഇതിൻ്റെ വാച്യാർത്ഥത്തിനല്ല പ്രാധാന്യം, വ്യംഗ്യാർത്ഥത്തിനാണ്. മനുഷ്യ ശരീരത്തിലുള്ള 6 ശത്രുക്കളെ നശിപ്പിക്കണമെങ്കിൽ ഗണപതിയുടെ ഉപാസനയിൽ കൂടി അത് സാധ്യമാകുന്നു. ആ 6 ഗണപതികളെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വികടൻ, അത് കാമാസുരൻ. മറ്റത് ലംബോദരൻ, ക്രോധാസുരനെ കൊല്ലുന്നു. ഗജാനനൻ, ലോഭാസുരനെ. മഹോദരൻ, മോഹാസുരൻ. ഏകദന്ത ഗണപതി, മദാസുരൻ. വക്രതുണ്ട ഗണപതി, മോഹ, മത, മത്സര്യം. ഇനി 2 പേര് വേറെയുണ്ട്. മമാസുരനെ കൊന്ന ഗണപതി വിഘ്നരാജ ഗണപതിയാണ്. വിഘ്നരാജാവതാരശ്ച ശേഷവാഹനക സ്മൃത. ഈ ഗണപതിയുടെ വാഹനം പാമ്പാണ്. മയിൽ, പാമ്പ്, സിംഹം, ഇത്രയും വാഹനങ്ങളുള്ളൊരു ദേവത വേറെയില്ല.
മറ്റെല്ലാ ദേവതമാർക്കും ഒരു വാഹനമേ ഉള്ളൂ. സ്വന്തം അച്ഛന് കാള മാത്രമാണ്, സ്വന്തം അമ്മയ്ക്ക് സിംഹം മാത്രമാണ്, എൻ്റെ സഹോദരന് മയിൽ മാത്രമാണ്. എനിക്ക് ഇത്രയും വാഹനങ്ങളുണ്ട്. ഗണേശ പുരാണം, മുദ്ഗല പുരാണം, ഈ പുരാണത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഒരു ധൂമ്രവർണ്ണ ഗണപതിയുണ്ട്, അഹന്താസുരനെ കൊല്ലുന്ന ഗണപതിയാണ്. ധൂമ്രവർണ്ണാവതാരശ്ച അഹന്താസുരനാശക. ഇതാരാണ് ഈ അഹന്താസുരൻ? ഞാൻ തന്നെയാണ്, എൻ്റെ ശരീരത്തിലിരിക്കുന്നവനാണത്. മമാസുരനോ, അതും എൻ്റെ ശരീരത്തിലുള്ളവനാണ്. മമാസുരൻ എൻ്റെ എന്നത്, അഹന്താസുരൻ അത് എൻ്റെ ശരീരത്തിലാണ്, നിങ്ങളുടെ ശരീരത്തിൽ അതിരിക്കുന്നുണ്ട്. ഈ അസുരനെ കൊല്ലുന്നതാണ് ഈ രണ്ട് ഗണപതിമാർ, വിഘ്നരാജ ഗണപതിയും അഹന്താസുരനെ കൊല്ലുന്ന ധൂമ്രവർണ്ണ ഗണപതിയും. ഏറ്റവും പ്രധാനപ്പെട്ടത് ഗണപതി. ആ ഗണപതിയുടെ പേരാണ് വിദ്യാരംഭത്തിൽ എഴുതിയിരിക്കുന്നത്. സരസ്വതിയാണ് വിദ്യാദേവത, വിദ്യയുടെ അധിഷ്ഠാന ദേവത സരസ്വതിയാണ്. കുട്ടിയുടെ നാവിൽ ഓം ശ്രീ സരസ്വതി നമ എന്നെഴുതുന്നതിന് പകരം ഹരി ശ്രീ ഗണപതയെ നമ എന്നെഴുതുന്നു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പത്മപത്ര വിശാലാക്ഷി പത്മകേസര വർണ്ണിനി നിത്യം പത്മാലയാദേവി. ഈ നാമം, ഈ ശ്ലോകം സരസ്വതിയെ സങ്കല്പിച്ചിട്ടാണ്. ഈ സരസ്വതിയെ സങ്കല്പിച്ച് മാനസികമായി ഞാൻ സരസ്വതിയെ സങ്കല്പിച്ചുകൊണ്ട് കായികമായിട്ട് ഞാൻ ചെയ്യുന്നത് ഹരിശ്രീ ഗണപതിയെ നമ എന്നതാണ്. ഇതെന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ഹരിശ്രീ ഗണപതിയെ നമ എന്നെഴുതുന്നത്? ജ്യോതിശാസ്ത്രപ്രകാരവും സംഗീതശാസ്ത്രപ്രകാരവും കടപയാദി സംഖ്യാക്രമമുണ്ട്. രണ്ട് തരത്തിലാണ് സംഖ്യ. ഒന്ന് ഭൂതസംഖ്യ, ഇന്ദു, ചന്ദ്രൻ ഒന്നേ ഉള്ളൂ, അപ്പോൾ ഇന്ദു എന്ന് പറയുമ്പോൾ അത് ഒന്നാണ്. നേത്രസംഖ്യ, കണ്ണ് രണ്ടാണ്. എല്ലാ പക്ഷികൾക്കും മൃഗങ്ങൾക്കും മനുഷ്യനും രണ്ട് കണ്ണ്, അപ്പോൾ നേത്രസംഖ്യ രണ്ടാണ്. അഗ്നി 3ആണ്. അഗ്നി എന്ന് പറയുമ്പോൾ 3 എന്ന സംഖ്യ എടുത്തുകൊള്ളണം. വേദസംഖ്യ 4ആണ്. ബാണസംഖ്യ 5ആണ്. ഋഷിസംഖ്യ 7ആണ്. വസുസംഖ്യ 8ആണ്. അഷ്ടവസുക്കൾ, അതാണ് ഭൂതസംഖ്യ. അംഗസംഖ്യ 9, ബ്രഹ്മസംഖ്യ 9ആണ്. ഇത് ഭൂതസംഖ്യ എന്ന് പറയും. ഇത് ജ്യോതിശാസ്ത്രത്തിലും സംഗീതശാസ്ത്രത്തിലും പ്രയോഗിക്കുന്നു. ഇനി മറ്റൊരു സംഖ്യ ഗണന സമ്പ്രദായമാണ് കടപയാദി സംഖ്യ. കാട്ടാപായ 1, ഘാഠഭാര 2, ഗാഢബാല 3, ഘാഠഭാവ 4, ഗാണാമാശ 5, ചാതാഷ 6, ഝാധാസ 7, ജാദാഹ 8, ഛാധാള 9, റ ഴ ഞ ന 0. ഇതാണ് കടപയാദി സംഖ്യാക്രമം. ഈ കടപയാദി സംഖ്യാക്രമത്തിൽ കൂടി ഹരിശ്രീ ഗണപതയെ നമ എന്നത് കൂട്ടി നോക്കുമ്പോൾ ഹരി 28, ശ്രീ 2, ഗ 3, ന 5, പ 1, ത 6, എ 1, ന 0, മ 5. ഇത് മൊത്തം കൂട്ടി നോക്കുമ്പോൾ 51 കിട്ടുന്നു. ഈ 51 എന്താണ്? 51 അക്ഷരാളി കലിത തന്നുലതേ വേദമാകുന്ന ശാഖിക്കൊമ്പത്ത് അമ്പോട് പൂക്കും. 51 അക്ഷരങ്ങൾ ഒരു ചെറിയ കുട്ടിയുടെ നാവിൽ എഴുതണമെങ്കിൽ ഹരിശ്രീ ഗണപതിയെ നമ എന്നതിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഇത് വേദത്തിൽ ഇങ്ങനെ ഒരു പദമില്ല, ഉപനിഷത്തിലില്ല, ലളിതാ സഹസ്രനാമത്തിലില്ല, വിഷ്ണു സഹസ്രനാമത്തിലില്ല, ശ്രീമദ് ഭാഗവത്തിലില്ല, മഹാഭാരതത്തിലില്ല. ഇത് ഹരിശ്രീ ഗണപതിയെ നമ എന്നതിൽ മാത്രമേ അടങ്ങിയിരിക്കുന്നുള്ളൂ. ഇതാണ് ഇതിൻ്റെ രഹസ്യം. ഹരി 28 കൂട്ടി നോക്കിക്കോളൂ. ശ്രീ 2, ഗ 3, ന 5, പ 1, ത 6, എ 1, ന 0, മ 5. കൂട്ടിയവർ പറയുക ശരിയാണോ ഇല്ലെന്നുള്ളൂ. കൈപൊക്കുക ശരിയാണെങ്കിൽ. ശരിയല്ലേ? അപ്പോൾ മഹർഷിമാർ കണ്ടുപിടിച്ചിരിക്കുന്ന രഹസ്യമായിരിക്കുന്ന വിദ്യ ഹരി എന്നത് സ്മരിക്കുന്നു. ഹരിയെ സ്മരിച്ചിട്ട് ശ്രീ ഗണപതിക്കാണ് നമസ്കാരം. ഇവിടെ ഹരി, ശ്രീ, ഗണപതി 3 ദേവതാ സങ്കല്പങ്ങളില്ല എന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊള്ളുക. ശ്രീ എന്നത് മഹാലക്ഷ്മിയാണ്, പക്ഷേ ഇവിടെ ഗണപതിയുടെ വിശേഷണമാണ്. ഒരു ദേവതയെപ്പറ്റി പറയുമ്പോൾ ശ്രീ ശബ്ദം പ്രയോഗിച്ചു കൊള്ളണം. ശ്രീ ഗുരുവായൂരപ്പൻ, ശ്രീ ചട്ടമ്പി സ്വാമി, ശ്രീ ശങ്കരാചാര്യർ, ശ്രീ ഗുരുവായൂർ ക്ഷേത്രം, സിദ്ധന്മാർ, ദേവതമാരെ പറ്റി പറയുമ്പോൾ ശ്രീ വിശേഷണം ചെയ്തു കൊള്ളണം. ഇവിടെ ശ്രീ ഗണപതിക്കാണ് നമസ്കാരം. ഹരിയെ സ്മരിക്കുന്നു. ഇനി അതിൽ തന്നെ അനവധി രഹസ്യങ്ങളുണ്ട്. 28 എന്നുള്ള ഹരി 28 2 കൂടി കൂട്ടുമ്പോൾ 8 2 10. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ അത് 33 എന്ന് കിട്ടും. 33 എന്ന് പറയുന്നത് 30 മുക്കോടി ദേവതമാരുടെ ലഘുരൂപമാണ് 33. ആ 33 എന്ന് പറയുന്നത് 11 സ്വർലോക ദേവതമാരും 11 ഭൂലോക ദേവതമാർ, ഭുവർലോക ദേവതമാർ, സ്വർലോക ദേവതമാർ, അങ്ങനെ 33 ദേവതമാരാണ്.
ഇനി ആ മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടുന്നു. 6 എന്ന് പറയുന്നത് ആധാരചക്രങ്ങളുടെ ആകെസംഖ്യയാണ്, ഷഡാധാര ചക്രങ്ങളാണ്. ഷഡാധാര ചക്രങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യം മൂലാധാരമാണ്. ആ മൂലാധാരത്തിൻ്റെ അധിഷ്ഠാന ദേവത ഗണപതിയാണ്. ആ മൂലാധാരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഭാവമാണ് പരാ പശ്യന്തി മധ്യമ വൈഖരി. ഈ 3 ഭാവം കഴിഞ്ഞതിന് ശേഷമാണ് പരാ പശ്യന്തി മധ്യമ 3 ഭാവം കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തേക്ക് ശബ്ദം വരുന്നത്. ഇപ്പോൾ ഞാൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കേട്ടത് എൻ്റെ മുഖത്ത് നിന്നാണ്. പക്ഷേ എൻ്റെ മൂലാധാരം മുതൽ തുടങ്ങിയിരിക്കുന്നു. പരാ പശ്യന്തി മധ്യമ വൈഖരി. വൈഖരി എന്നത് വിശേഷണകരമായത്, കേൾക്കാൻ സാധിക്കുന്നത് എന്നർത്ഥം. ഇത് ഗണപതിയുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ തത്വം ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷമാണ് ഹംസധ്വനി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ വാതാപി ഗണപതിയും എന്ന കൃതി എഴുതി വച്ചിരിക്കുന്നത്. അതിലെഴുതിയിരിക്കുന്നത് എന്താണ്? മൂലാധാര ക്ഷേത്രസ്ഥിതം പരാതി ചത്വാരി വാഗാത്മകം പ്രണവസ്വരൂപം വക്രതുണ്ടം. ആ കൃതിയിലുള്ള വരിയാണ് ഞാനീ പറഞ്ഞത്. മുത്തുസ്വാമി ദീക്ഷിതർ ജ്യോതിശാസ്ത്ര പണ്ഡിതനായിരുന്നു, തന്ത്രശാസ്ത്ര പണ്ഡിതനായിരുന്നു, സംഗീതശാസ്ത്ര പണ്ഡിതനായിരുന്നു. ഇദ്ദേഹം കണ്ടുപിടിച്ചതാണ് വാതാപി. വാതാപി എന്നൊരു അസുരൻ്റെ പേരാണ്. ഈ അസുരനെ അഗസ്ത്യമുനി കൊന്നുകളഞ്ഞു. ഈ സ്ഥലം പിന്നീട് വാതാപി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കർണാടകയിൽ ബിജാപൂർ ജില്ലയിലാണ് ഈ സ്ഥലം. ആധുനിക ബദാമി ബസാമി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വാതാപി എന്ന് പറയുന്നത് സ്ഥലപ്പേരാണ്. ഗണപതി ഹോമം നിത്യജീവിതത്തിലെ എല്ലാ വിഘ്നങ്ങളെയും മാറ്റുവാൻ മഹർഷിമാർ പിടിച്ചു തന്നിരിക്കുന്ന രഹസ്യമായിരിക്കുന്നൊരു വിദ്യയാണ് ഗണപതി ഹോമം. നാളെ ഇവിടെ ഒരു വലിയ ഗണപതി ഹോമം ചെയ്യാൻ പോവുകയാണ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ശൈവമായിരിക്കുന്ന മന്ത്രങ്ങളുണ്ട്, അതിൽ വൈഷ്ണവ മന്ത്രങ്ങളുണ്ട്, ദേവീ മന്ത്രങ്ങളുണ്ട്. ശൈവ വൈഷ്ണവ ശാക്തേയ മന്ത്രങ്ങൾ ആണ് ഗണപതി ഹോമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗണപതിയുടെ മൂലമന്ത്രമുണ്ട്, മഹാലക്ഷ്മിയുടെ മന്ത്രമുണ്ട്, അതിൽ സമൃദ്ധി മന്ത്രമുണ്ട്, ധനധാന്യ രത്നസമൃദ്ധി പ്രത്യേകം അതിൽ പറയുന്നുണ്ട്. ചെത്തിപ്പൂവ് ദേവിക്ക് പ്രാധാന്യമാണ്, അത് വശ്യ പ്രാധാന്യമാണ്. എല്ലാ ഗുണങ്ങളും എൻ്റെ ശരീരത്തിലേക്കും എൻ്റെ മനസ്സിലേക്കും എൻ്റെ ബുദ്ധിയിലേക്കും വരണേ, എല്ലാ നല്ല ഗുണങ്ങളും വരണം, അതാണ് വശ്യം. അതിനാണ് ചെത്തിപ്പൂവ് ഹോമിക്കുന്നത്. കുവളച്ചമത അത് ശ്രീബീജം. കുവളച്ചമത മഹാലക്ഷ്മിയുടെ ബീജം കൊണ്ടാണ് അത് ഹോമിക്കുന്നത്. മഹാലക്ഷ്മിയുടെ ഐശ്വര്യം മുഴുവൻ എനിക്ക് കിട്ടണം, ആ ഉപാസന ചെയ്യുന്ന പുരോഹിതന് കിട്ടണം, അല്ലെങ്കിൽ ആ പുരോഹിതൻ ഏതൊരു വ്യക്തിയെ ഉദ്ദേശിച്ചിട്ടാണോ ഗണപതി ഹോമം ചെയ്യുന്നത് ആ വ്യക്തിക്ക് ഇത് കിട്ടണം. താമരപ്പൂവ് ചിത്തവൃത്തി ബുദ്ധിവികാസത്തിന് വേണ്ടിയാണ് താമരപ്പൂ ഹോമിക്കുന്നത്. കറുക മൃത്യുഞ്ജയ മന്ത്രം കൊണ്ടാണ് ഹോമിക്കുന്നത്. കറുക അത് ശൈവമായിരിക്കുന്ന മന്ത്രമാണ്. ഓം ത്രംബകമ ജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമൈവ ബന്ധനാത് മൃത്യോർ മുക്ഷീയമാമൃതാത്. ആയുസ്, രോഗനിവാരണം മുതലായവയ്ക്ക് വേണ്ടിയാണ് ഈ മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് കറുക ഹോമിക്കുന്നത്. ചിരട്ട ഹോമിക്കുന്നു, അത് വരുണമന്ത്രം കൊണ്ടാണ്, അല്ലെങ്കിൽ തൃഷ്ടുപ്പ് മന്ത്രം കൊണ്ടാണ് ഹോമിക്കുന്നത്. മുക്കുറ്റി ഹോമിക്കുന്നത് അശ്വാരൂഢ മന്ത്രം കൊണ്ടാണ്. അപ്പോൾ ഈ ഗണപതി ഹോമത്തിൽ എന്തുമാത്രം ശൈവമായിരിക്കുന്നതും വൈഷ്ണവമായിരിക്കുന്നതും ശാക്തേയമായിരിക്കുന്ന മന്ത്രങ്ങളെ കൊണ്ടാണ് ഹോമിക്കുന്നത്. ഇതാണ് ഗണപതി ഹോമത്തിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഒരു ഹോമം സുദർശന ഹോമത്തിലോ സുകൃത ഹോമത്തിലോ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇത് ഗണപതി ഹോമത്തിൽ മാത്രമേ ഉള്ളൂ. മുക്കുറ്റി ഹോമിക്കുന്നത് അശ്വാരൂഢ മന്ത്രം കൊണ്ടാണ്. ഇത് വശ്യമാണ്. അശ്വാരൂഢം നല്ല ഗുണങ്ങൾ വശീകരിച്ച് കയ്യിലാക്കുക. മനുഷ്യന് സ്വസ്ഥത, സമാധാനം ഇവ കിട്ടുവാൻ മഹർഷിമാർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഈ ഹോമം. പൊതിമടലാണ് അതിൽ ഹോമിക്കുന്നത്. പൊതിമടലിൽ കൂടി എന്താണ് സംഭവിക്കുന്നത്? സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും പുറത്തേക്ക് വരുന്നുണ്ട്. ഡോക്ടർ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാലയിൽ ഗണപതി ഹോമം ചെയ്തിട്ട് പരീക്ഷിച്ച് നോക്കിയതിൽ കണ്ടുപിടിച്ച കാര്യങ്ങൾ യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ഗണപതി ഹോമത്തിൻ്റെ സയൻസ് എന്നത് അടിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും. അദ്ദേഹം പറഞ്ഞതാണ് ഞാനിവിടെ പറയുന്നത്. ചിരട്ട ഹോമിക്കുന്ന സമയത്ത് ഫിനോളിക് കോമ്പൗണ്ട്സാണ് ഇതിന് വരുന്നത്. നാളികേരം ഹോമിക്കുന്ന സമയത്ത് 25 തരത്തിലുള്ള പൈറസീൻസ് വരുന്നുണ്ട്. ഇത് മൂന്നും കൂടി കൂടിച്ചേർന്നുള്ള പുകയിൽ കൂടി രോഗപ്രതിരോധ ശക്തി വരുന്നു. രോഗമുള്ള ആൾക്കാർ രോഗം മാറുന്നു, രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതാണ് ഗണപതി ഹോമത്തിൻ്റെ പുകയുടെ പ്രത്യേകത. നമ്മൾ സാധാരണ എന്താ ചെയ്യുക? നാളെ എൻ്റെ മകൾക്ക് പരീക്ഷ തുടങ്ങുകയാണ് തിരുമേനി, നാളെ ഒരു ഗണപതി ഹോമം, പേര് നാളെ വീട്ടുപേര് കൊടുത്തു, ഗണപതി ഹോമത്തിന് 50 രൂപ, പുരോഹിതൻ 100 രൂപ, ഭംഗിയായിട്ട് ചെയ്തേക്കണം, നാളെ പരീക്ഷ തുടങ്ങുകയാണ്. അദ്ദേഹം അത് ചെയ്യുകയോ ഇല്ലയോ? 100 പേര് അദ്ദേഹത്തിനടുത്ത് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യുന്നു, എനിക്ക് തോന്നുന്നില്ല. നാളെ എന്താ ചെയ്യുക?
ഗണപതി ഹോമം ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിരിക്കണം. നാളെ ഇവിടെ ഒരു വലിയ ഗണപതി ഹോമം നടക്കുന്നുണ്ട്, ഇതിൻ്റെ അടുത്ത് വന്നിരിക്കുക, ഈ പുക ശ്വസിക്കണം. ഇതാണ് ഇതിൻ്റെ ശാസ്ത്രീയത. ഇത് മിത്തല്ല, ഇത് ശാസ്ത്രമാണെന്ന് മനസ്സിലാക്കുക. ജർമ്മനിയിൽ നിന്ന് കുറേ സയൻറ്റിസ്റ്റുമാർ കേരളത്തിൽ വന്നു. അപ്പോൾ ഈ ഗണപതി ഹോമം ചെയ്യുന്നത് അവർ കംപ്ലീറ്റ് ഫോട്ടോ എടുത്തു. എന്തൊക്കെയാണ് നിങ്ങളിവിടെ ചെയ്യുന്നത്, സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയപ്പോൾ ചിരട്ട, പൊതിമടൽ, പ്ലാവിൻ വിറക്, ഇതൊക്കെ ജർമ്മനിയിലുണ്ട്. ഇങ്ങനെ ഇതൊക്കെ ഫോട്ടോ എടുത്തൊക്കെ നോട്ടൊക്കെ എഴുതി കൊണ്ടുപോയി അവിടെ ഒരു പരീക്ഷിച്ച് നോക്കി. ഹോമകുണ്ടത്തിൻ്റെ അളവ് വരെ കൊണ്ടുപോയി. എത്രയാണ് വീതി, നീളം, എത്രയാണ് ഇതിൻ്റെ ആഴം ഹോമകുണ്ടത്തിൻ്റെ, ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, അടിയിൽ എന്തൊക്കെയാണ് ഇട്ടിരിക്കുന്നത്, ചമത മുകളിലൊക്കെ വെച്ചിട്ടുണ്ട്. ചമത അവിടെ ഉണ്ട്, ഇവിടെ അവിടെ ഇല്ലാത്തൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയി അവർ. അവിടെ അങ്ങനെ ചെയ്തതിന് ശേഷം, ഈ ഹോമം ചെയ്തതിന് ശേഷം മന്ത്രങ്ങൾ എന്തൊക്കെയാണ് അതും എഴുതി കൊടുത്തു. ഗം ഗണപതയെ നമ, ഇതൊക്കെ ഇവിടുന്ന് എഴുതി കൊണ്ടുപോയി. ഇങ്ങനെ അവിടെ കുറേ പേര് ഇത് ചെയ്തതിന് ശേഷം കിർലിയൻ ഫോട്ടോഗ്രാഫി വെച്ച് നോക്കിയ സമയത്ത് ഭയങ്കര ഔറ അവിടെ കാണാൻ പറ്റി. ഈ പുക തെങ്ങിൻ്റെ മണ്ടരി രോഗം മാറ്റാൻ പറ്റുന്നതായിട്ട് അവർക്ക് മനസ്സിലായി. തെങ്ങിൻ്റെ മണ്ടരി മാറ്റാൻ പറ്റുന്നു, മനുഷ്യൻ്റെ ശരീരത്തിനകത്തുള്ള രോഗങ്ങൾ ഇത് മാറ്റാൻ പറ്റുന്നു. അതിനെന്താ വേണ്ടേ? നാളെ ഗണപതി ഹോമം ചെയ്തൊക്കെ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ നടക്കില്ല. ഗണപതി ഹോമത്തിൽ പങ്കെടുക്കുക. വേറെ ആർക്ക് വേണ്ടി ഗണപതി ഹോമത്തിൽ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ പോയി ആ പുക ശ്വസിക്കുക. അതാണ് അതിൻ്റെ ശാസ്ത്രീയത. അശ്വാരൂഢ മന്ത്രമൊക്കെ നിസ്സാര മന്ത്രങ്ങളല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആ അശ്വാരൂഢ മുക്കൂറ്റി എന്ന് പറയുന്ന ചെടി ഹോമിക്കുന്നത് അശ്വാരൂഢ മന്ത്രം കൊണ്ടാണ്. അശ്വാരൂഢ ജപിച്ചീടിൽ വിശ്വമെല്ലാം ജയിച്ചിടും. ഈ വിശ്വത്തെ മുഴുവൻ ജപിക്കണമെങ്കിൽ അശ്വാരൂഢ മന്ത്രം നിങ്ങൾ ജപിച്ചാൽ മതി. ഇത് അക്ഷരസ്ഫുടതയോടുകൂടി സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ജപിക്കേണ്ട മന്ത്രമാണ്. അശ്വാരൂഢ പിഴച്ചീടിൽ വെട്ടേറ്റു മരിച്ചിടും. ഇതാണ് നിയമം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഗൂഗിൾ നോക്കിയിട്ട് അശ്വാരൂഢം ജപിക്കരുത്. ഇൻ്റർനെറ്റ് നോക്കിയിട്ട് ഗൂഗിൾ ഗുരുവിൽ നിന്നും മന്ത്രം സ്വീകരിക്കരുത്. ഇത് ഗുരുക്കന്മാരിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് വേണം ഇത് ജപിക്കുവാൻ. ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന ഗണപതി ഉപനിഷത്തിനെ പറ്റി 2 വാക്ക് പറഞ്ഞതിന് ശേഷം ഞാനിവിടെ അവസാനിപ്പിക്കാം. ഗണപതി ഉപനിഷത്തിലാണ് ഗണപതിയുടെ ബീജം. ഗം ഗണപതിയെ നമ. ഒരു മന്ത്രം ജപിക്കുന്ന സമയത്ത് മന്ത്രസിദ്ധി കിട്ടണമെങ്കിൽ ബീജാക്ഷരം ജപിക്കണം. ബീജം എന്ന് പറയുന്നത് വിത്താണ്. ഗണപതി മിത്താണ് എന്നതാണ് സങ്കല്പം. ബീജം വിത്താണ്, സീഡാണ്. ഗണപതിയുടെ സീഡ്. ഗണപതിയുടെ ഒരു ദേവതമാർക്കും വിത്തുണ്ട്, ബീജമുണ്ട്. പാർവതിയുടെ ബീജമാണ് ഹ്രീം, കൃഷ്ണൻ്റെ ബീജമാണ് ക്ലീം. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ രമാരമണ വിശ്വേശ വിദ്യാം ആശു പ്രയച്ഛമേ. ഇത് വിദ്യാരാജോഗപാല മന്ത്രമാണ്. ഇത് തെറ്റിയിട്ടാണ് നിങ്ങൾ പലരും ഉപയോഗിക്കുന്നത്. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീദമേ എന്നാണ് എല്ലാവരും ഉച്ചരിക്കുന്നത്. ഇത് തെറ്റാണ്, ഇങ്ങനെ ഉച്ചരിക്കരുത്. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ. അല്ലയോ സർവജ്ഞ, നീ എന്നെ പ്രസാദിപ്പിക്കണം. നിൻ്റെ സർവജ്ഞത്വമല്ല എനിക്ക് വേണ്ടത്, നിൻ്റെ പ്രസാദമാണ് വേണ്ടത്. ദുര്യോധനൻ ചോദിച്ചത് സൈന്യങ്ങളെയാണ്, അർജുനൻ ചോദിച്ചത് നിന്നെയാണ്. നീ എൻ്റെ കൂടെ വന്നാൽ മതി, നീ ആയുധം എടുക്കണ്ട, ഞാൻ ജയിക്കുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കൃഷ്ണൻ്റെ അനുഗ്രഹമാണ് വേണ്ടത്, കൃഷ്ണൻ്റെ സർവജ്ഞത്വമല്ല. അപ്പോൾ സർവജ്ഞത്വം ഒരുമിച്ച് പറയരുത്. ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞ ത്വം പ്രസീദമേ. നാളെ മുതൽ കുട്ടികൾ ഇങ്ങനെ ജപിക്കുക, ഇരട്ടി ഫലമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ ബീജമാണ് ക്ലീം. ഓരോ ദേവതയ്ക്കും ഓരോ ബീജമുണ്ട്. ബീജത്തിൽ രഹസ്യം അടങ്ങിയിരിക്കുന്നു. ഗണപതയെ നമ എന്ന് ഉച്ചരിക്കുന്നതിന് മുമ്പ് ഗം കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ജപിക്കുകയാണെങ്കിൽ ഇരട്ടി ഫലമാണ്. ഓരോ ബീജത്തിനും രഹസ്യമായിരിക്കുന്ന അർത്ഥമുണ്ട്, മുഴുവൻ പുറത്ത് പറയാൻ പാടില്ല. എന്നാൽ ഗം എന്നതിൻ്റെ രഹസ്യം ഞാൻ പറയാം. അവിടെ ഗ പ്ലസ് മ ആണ് ഗം. ഗ ആ മ. അതിൽ ഗ എന്നതിൻ്റെ അർത്ഥം ഗണപതയെ എന്നാണ്, മ എന്നതിൻ്റെ അർത്ഥം നമ എന്നാണ്. അപ്പോൾ ഗണപതയ നമ എന്ന് പറയുന്നതിന് പകരം ഗം 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 എന്ന് പറഞ്ഞാൽ മതി. രഹസ്യമായിട്ട് അത് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഗം ഗണപതയ നമ എന്ന് പറയുമ്പോൾ ഈ മന്ത്രം 2 പ്രാവശ്യം ഉച്ചരിച്ചതായിട്ട് വരുന്നു. അപ്പോൾ ഇരട്ടി ഫലം കിട്ടുന്നു. ഇതെങ്ങനെയാണ് ഈ ബീജം ഉണ്ടാക്കേണ്ടത് എന്ന് ഗണപതി ഉപനിഷത്തിൽ പറയുന്നു. അവിടെ ഗകാര പൂർവ്വരൂപം, അകാരവും മധ്യമരൂപം, അനുസ്വാരശ്ച അന്ത്യരൂപം, ബിന്ദുരുത്തരരൂപം, നാദസന്ധാനം, സംഹിതാസന്ധി, സാ ഏഷാ ഗണേശീ വിദ്യ. ഈ വിദ്യയുടെ പേരാണ് ഗണേശീ വിദ്യ. ഗണപതി ഉപനിഷത്തിൽ കൂടി ഉപനിഷത്ത് ഋഷി നമുക്ക് തരുന്ന സന്ദേശം ഇതിൽ പറഞ്ഞു തന്നിരിക്കുകയാണ്. അടുത്തൊരു ഗണേശ ഗായത്രി ഉണ്ട്. അവിടെ ഗണകഋഷി നിജത് ഗായത്രി ഛന്ദ ഋഷി ഛന്ദ ശ്രീ മഹാഗണപതി ദേവത. ഓം ഗം ഗണപതയെ നമ. ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തീ പ്രചോദയാത്. ഇതാണ് ഗണേശ ഗായത്രി.
അവിടെ ഒരു ധ്യാനം കിടക്കുന്നുണ്ട്. ഏകദന്തം ചതുർഹസ്തം പാശം അങ്കുശധാരിണം അഭയം വരദം ഹസ്തൈഹി. ഈ ധ്യാനത്തോടുകൂടി ഗണപതിയെ ഉപാസിക്കുകയാണെങ്കിൽ സ യോഗി യോഗിനാം വരഹ, യോഗികളിൽ വെച്ച് നിങ്ങൾ യോഗിയായിട്ട് മാറും. ഈ ഗണപതി ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്ന ധ്യാന ശ്ലോകം നിത്യവും നിങ്ങൾ ജപിച്ചു നോക്കുക. യോഗികളിൽ വെച്ച് യോഗിയായിട്ട് വരും. ശ്രീകൃഷ്ണൻ അർജുനോട് പ്രത്യേകം പറഞ്ഞു, തപസ്സിഭ്യോ അധികോ യോഗി കർമ്മിഭ്യശ്ച അധികോ മതഃ. അർജുന, നീ ഒരു യോഗിയായിട്ട് തീരുക. ഇതാണ് എനിക്ക് ആഗ്രഹം. ഇങ്ങനെ യോഗിയായിട്ട് തീരണമെങ്കിൽ ഈ ഗണപതി ഉപനിഷത്ത് നിത്യവും പാരായണം ചെയ്താൽ മതി. അതിൽ അഥർവശിരസ് എന്ന് പറയുന്ന വളരെ രഹസ്യമായിരിക്കുന്ന വളരെ മഹത്വമുള്ളൊരു മന്ത്രം കിടക്കുന്നുണ്ട്. നമോ പ്രാതപതയെ നമോ ഗണപതയെ എന്ന് തുടങ്ങുന്ന മന്ത്രമാണത്. ഏതത് അഥർവശിരോയോ അധീതേ സ ബ്രഹ്മഭൂയായ കൽപ്പതേ. ബ്രഹ്മസാക്ഷാത്കാരത്തിനു വേണ്ടി നിങ്ങൾ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പുറകെ പോകണ്ട, നിങ്ങൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ പുറകെ പോകണ്ട, നിങ്ങൾ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ എന്നെ ഉപാസിച്ചാൽ മതി. ഗണപതി ഉപാസിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്രഹ്മസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം ഞാൻ നിങ്ങൾക്ക് തരാം. അതിനുശേഷം ഈ ബ്രഹ്മത്തിൽ കൂടി സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി എൻ്റെ അനുഗ്രഹം ഞാൻ തരാം എന്നാണ് ഗണപതി അതിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് ആ ഉപനിഷത്ത് ഋഷി നമുക്ക് തരുന്നു. സ സർവവിഘ്നൈഹി നബാധ്യതേ. ഗണപതി ഉപനിഷത്ത് പാരായണം ചെയ്യുമ്പോൾ വിഘ്നമുണ്ടാവുകയില്ല. സ സർവതഃ സുഖമേതതേ. എല്ലാ തരത്തിലും സുഖമുണ്ടാകുന്നു. 3 തരത്തിലുള്ള ദുഃഖം അവർക്കുണ്ടാവുകയില്ല. ആധിദൈവികം, ആധിഭൗതികം, ആധ്യാത്മികം. ഈ 3 ദുഃഖങ്ങളും ഗണപതി ഉപനിഷത്ത് ജപിക്കുന്നവർക്കുണ്ടാവുകയില്ല. ഇനി പഞ്ചമഹാപാതക ഉപപാതകാത് പ്രമുച്യതേ. അനവധി തെറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പാതകങ്ങളുണ്ട്, ഉപപാതകങ്ങളുണ്ട്. ഇത് മുഴുവനും നശിച്ചു പോകുന്നു. സായം പ്രാതഃ പ്രയുഞ്ജാനോ അപാപോ ഭവതി, സായം അധിയാനോ രാത്രികൃതം പാപം നശ്യതി. വൈകുന്നേര സമയത്ത് ഈ മന്ത്രം ജപിക്കുകയാണെങ്കിൽ രാത്രി എന്തെങ്കിലും തെറ്റ് ചെയ്യുകയാണെങ്കിൽ ആ തെറ്റുകൾ ബാധിക്കുന്നില്ല. ഇനി രാവിലെയും വൈകുന്നേരവും ഈ മന്ത്രം ജപിക്കുകയാണെങ്കിലോ സായം പ്രാതഃ പ്രയുഞ്ജാനോ അപാപോ ഭവതി. ഒരു പാപവും ജീവിതത്തിൽ ചെയ്യാത്തവനായിട്ട് വരുന്നു. ധർമാർത്ഥ കാമമോക്ഷം ച വിന്ദതി. ധർമ്മവും അർത്ഥവും കാമവും മോക്ഷവും പുരുഷാർത്ഥം, ചതുർവിധ പുരുഷാർത്ഥങ്ങൾ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം, ഇത് 4 നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അഥർവശീർഷം എന്ന മന്ത്രം, രഹസ്യമന്ത്രം അടങ്ങിയിരിക്കുന്ന ഗണപതി ഉപനിഷത്ത് നിത്യവും പാരായണം ചെയ്താൽ മതി. ഇതം അഥർവശീർഷം അശിഷ്യായ നദേയം. ഈ അഥർവശീർഷം എന്ന് പറയുന്ന മന്ത്രം അശിഷ്യായ ഉത്തമ ശിഷ്യന്മാർക്ക് മാത്രമേ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. സാധാരണ ശിഷ്യന്മാർക്ക് ഇത് കൊടുക്കരുത്. പാത്രം അറിഞ്ഞിട്ട് വേണം ഈ വിദ്യ ദാനം ചെയ്യുവാൻ വേണ്ടി എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. സഹസ്ര ആവർത്തനാത് കാമമധീതേ. ഈ മന്ത്രം 1000 ഉരു ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാമം സാധിക്കും. ആഗ്രഹങ്ങൾ സഫലീകരിക്കുവാൻ നിങ്ങൾക്ക് പറ്റും എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത്. ചതുർത്ഥ്യാം അനശ്നൻ ജപതി സ വിദ്യാവാൻ ഭവതി. ഞാൻ ആദ്യമേ പറഞ്ഞു, ചതുർത്ഥി തിഥി സംഭവനാണ് ഗണപതി. ചതുർത്ഥി തിഥിയിലെ ഗണപതിയെ പൂജിക്കുന്നവർക്ക് ഗണപതിയുടെ അനുഗ്രഹം കൂടുതൽ കിട്ടും. ചതുർത്ഥ്യാം അനശ്നൻ. അശ്നൻ ഭക്ഷണം കഴിക്കുന്നവൻ, അനശ്നൻ ഭക്ഷണം കഴിക്കാത്തവൻ. അന്ന് ഉപവാസമെടുത്തുകൊണ്ട്, ഒരിക്കലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം ഒട്ടും കഴിക്കാതെ വെള്ളമോ കരിക്കും വെള്ളമോ മാത്രം കുടിച്ചുകൊണ്ട് ചതുർത്ഥ്യാം അനശ്നൻ ജപതി, അങ്ങനെ ജപിക്കുകയാണെങ്കിൽ സ വിദ്യാവാൻ ഭവതി. വിദ്യയോട് കൂടിയവനായിട്ട് തീരുന്നു. ഭൗതിക വിദ്യയും ആധ്യാത്മിക വിദ്യയും അവന് കരസ്ഥമാക്കാൻ സാധ്യമാകുന്നു. ന ബിഭേദി കഥാചന. ഇത് ജപിക്കുന്നവൻ ഒരിക്കലും പേടിക്കുന്നില്ല. എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ പേടിക്കുന്നില്ല. യോ ദുർവാങ്കുരൈഹി യജതി സ വൈശ്രവണോപമോ ഭവതി. കറുകയുടെ തുമ്പ് കൊണ്ടാണ് ഹോമം ചെയ്യുന്നതെങ്കിൽ അവൻ കുബേരതുല്യനായ ധനവാനായിട്ട് മാറുന്നു. ഈ ഉപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ടാണ് കറുകഹോമം നടത്തുന്നത്. ചെറിയ കുട്ടികൾക്ക് വേണ്ടി കറുകഹോമം, ബലിക്കറുകർ കൊണ്ട് പുഷ്പാഞ്ജലിയുടെ പേരാണ് കറുകഹോമം. ആ കറുകഹോമം ഗണപതിക്ക് പ്രാധാന്യമുള്ളതാണ്. അതാണ് ഗണപതിയുടെ വിഗ്രഹത്തിൽ കറുകമാല ചാർത്തിയിരിക്കുന്നത് കാണുന്നത്. ദൂർവാങ്കുരൈഹി യഹ ജയജതി. ദൂർവാങ്കുരം, ദൂർവ കറുക, അങ്കുരം മുള, അതിൻ്റെ ഇലയുടെ അറ്റം, അത് മാല കെട്ടി അതുകൊണ്ട് യജിക്കുകയാണെങ്കിൽ, ഗണപതിയെ പൂജിക്കുകയാണെങ്കിൽ സഹ വൈശ്രവ ഉപമഹ, വൈശ്രവണൻ്റെ തുല്യമായിട്ട് വരുന്നു. കുബേരൻ്റെ തുല്യം
ധനത്തോടു കൂടിയവനായിട്ട് ഭവിക്കുന്നു. യോ മോദഹ സഹസ്രേണ യജതി. മോദകം പുതിയതായിട്ട് പറയുമ്പോൾ ലഡു. മോദകത്തിന് വേറെ കൂട്ടുകളുണ്ട്. അത് പുരോഹിതന്മാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയത് 1000 എണ്ണം. മോദക സഹസ്രേണ യജതി സ വാഞ്ചിത ഫലമാപ്നോതി. അവൻ ഉദ്ദേശിക്കുന്ന കാര്യം സാധിക്കും. എനിക്ക് വിഷു ബമ്പർ 25 കോടി അടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്തു നോക്കൂ, പരീക്ഷിച്ച് നോക്കൂ. എല്ലാവർക്കും കിട്ടില്ല, ഒരാൾക്കെങ്കിലും കിട്ടാതിരിക്കില്ല. ഇത് ആത്മവിശ്വാസത്തോടുകൂടി ഞാനിത് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ. ഇത് മഹർഷിമാരെഴുതി വച്ചിരിക്കുന്നതാണ്. അവർ വെറുതെ ഒരു കാര്യം എഴുതില്ല. സാക്ഷാത് അനുഭവൈർ ദൃഷ്ട. മഹർഷിമാർ ഒരു കാര്യം എഴുതുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ന ശ്രുത, അവരത് കേട്ടു പഠിച്ചതല്ല. ന ഗുരുദർശിത, ആ മഹർഷിമാരുടെ ഗുരുക്കന്മാർ അവർക്ക് പറഞ്ഞു കൊടുത്തതല്ല. ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം. മനുഷ്യ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഇത് മുഴുവനും അവരെഴുതി വച്ചിരിക്കുകയാണ്. ആ എഴുതി വച്ചിരിക്കുന്നതാണ് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൂർവാങ്കുരൈഹി യജതി. കറുകയുടെ തുമ്പ് കൊണ്ടാണ് നിങ്ങൾ ഗണപതിയെ ഹോമിക്കുക, ഗണപതി ഹോമത്തിൽ ചെയ്യുന്നതെങ്കിൽ വൈശ്രവണോപമോ ഭവതി, കുബേരന് തുല്യമായിട്ട് വരുന്നു. യോ മോദഹ സഹസ്രേണ, 1000 മോദകങ്ങളെ കൊണ്ട് ആണ് നിങ്ങൾ ഹോമം ചെയ്യുന്നത് അല്ലെങ്കിൽ പൂജ ചെയ്യുന്നത് എങ്കിൽ വാഞ്ചിത ഫലം ആപ്നോതി. സൂര്യഗ്രഹണേ മഹാനദ്യാം പ്രതിമാസന്നിധൗ വാ ജപ്ത്വ സിദ്ധമന്ത്രോ ഭവതി. സൂര്യഗ്രഹണ സമയത്ത് അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണ സമയത്ത് നദിയിൽ ഇറങ്ങി നിന്നുകൊണ്ട് മന്ത്രം ജപിക്കണം. അതാണ് അവർ പറയുന്നത്. ഈ അഥർവശീർഷ മന്ത്രം സൂര്യഗ്രഹണ സമയത്ത് നദിയിലിരുന്നു കൊണ്ടോ ഏതെങ്കിലും ക്ഷേത്രസന്നിധിയിൽ വെച്ചോ, ഇനി ഇതൊന്നും പറ്റില്ല, നമ്മൾ വീട്ടിൽ പൂജാമുറിയുടെ മുമ്പിലിരുന്ന് ഒരു വിളക്ക് വെച്ചതിന് ശേഷം ഗണപതിയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അഥർവശീർഷ മന്ത്രം ജപിക്കുകയാണെങ്കിൽ സിദ്ധമന്ത്രോഭവതി, മന്ത്രസിദ്ധി പെട്ടെന്ന് കിട്ടുന്നു. മഹാദോഷാത് പ്രമുച്യത, വലിയ വലിയ ദോഷങ്ങളിൽ നിന്നും മോചനം കിട്ടുന്നു. സസർവവിദ് ഭവതി, അവൻ പണ്ഡിതനായിട്ട് മാറുന്നു. സസർവവിദ് ഭവതി, ഇത് 2 പ്രാവശ്യമാണ് ആ ഋഷി എഴുതി വച്ചിരിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ്. സസർവവിദ് ഭവതി, സസർവവിദ് ഭവതി. 2 പ്രാവശ്യം ഇത് എഴുതി വയ്ക്കേണ്ട കാര്യം അവർക്കുണ്ടോ? അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. 51 തരം ഗണപതികളുണ്ടെന്നാണ് പറയുക. 64 എന്ന് വേറൊരു കണക്കും പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 32 പേരാണെന്ന് പറയുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് 16 പേരാണെന്ന് പറയുന്നു. ആ 30 ഗണപതിമാരുടെ പേരുകൾ മാത്രം ഞാനൊന്ന് വായിക്കുകയാണ്. ഒന്ന് ബാലഗണപതി, തരുണഗണപതി, ഭക്തഗണപതി, വീരഗണപതി, ശക്തിഗണപതി, ധ്വജഗണപതി, സിദ്ധിഗണപതി, ഉച്ഛിഷ്ടഗണപതി, വിഘ്നരാജഗണപതി, ക്ഷിപ്രഗണപതി, ഹേരംബഗണപതി, ലക്ഷ്മീ ഗണപതി, മഹാഗണപതി, വിജയഗണപതി, സങ്കടഹരഗണപതി, നൃത്തഗണപതി, ഊർധ്വഗണപതി, ഏകാക്ഷരഗണപതി, വീരഗണപതി, ത്രക്ഷരഗണപതി, ക്ഷിപ്രപ്രസാദ ഗണപതി, ഹരിദ്രഗണപതി, ഏകദന്ത ഗണപതി, ഋണമോചക ഗണപതി, ദണ്ഡി ഗണപതി, ദ്വിമുഖ ഗണപതി, ത്രിമുഖ ഗണപതി, സിംഹഗണപതി, യോഗഗണപതി, ദുർഗാഗണപതി. ഈ പറഞ്ഞ ഗണപതിമാരിൽ ആദ്യത്തെ 16 എണ്ണമാണ് ഷോഡശ ഗണപതി സങ്കല്പം. ഏറ്റവും പ്രധാനപ്പെട്ട 16 സങ്കല്പങ്ങളാണ്. അതാണ് ആദ്യമേ പറഞ്ഞത്. ബാല, തരുണ, ഭക്ത, വീര, ശക്തി, ധ്വജ, സിദ്ധി, ഉച്ഛിഷ്ട, വിഘ്നരാജ, ക്ഷിപ്ര, ഹേരംബ, ലക്ഷ്മി, മഹാഗണപതി, വിജയ, സങ്കടഹര ഗണപതി. സങ്കടഹര ഗണപതി എന്ന് പറഞ്ഞാൽ ആ അർത്ഥത്തിൻ്റെ പേരിൻ്റെ അർത്ഥം തന്നെ മനസ്സിലാക്കുന്നത് നമ്മുടെ സങ്കടം ഹരിച്ചു കളയുന്നതാണ്. ഇനി ക്ഷിപ്രപ്രസാദ ഗണപതി, പെട്ടെന്ന് തന്നെ പ്രസാദിക്കുന്ന ഗണപതിയാണ്. ഋണമോചക ഗണപതി എന്ന് പറഞ്ഞൊരു ഗണപതിയുണ്ട്. നമ്മുടെ കടബാധ്യത മാറ്റിത്തരുന്ന ഗണപതിയാണ്. ബാങ്കിൽ നിന്ന് ജപ്തി വന്നിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണേ ഗണപതി എന്ന് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഗണപതി മന്ത്രം ജപിക്കണമെങ്കിൽ ഋണമോചക ഗണപതി മന്ത്രം ജപിക്കണം. ഋണം കടം, മോചകം അത് ഒഴിവാക്കുന്ന, കടത്തെ ഒഴിവാക്കി സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ
ഋണമോചക ഗണപതി മന്ത്രം ജപിക്കണം. ഇത് നെറ്റ് നോക്കി ഗൂഗിൾ നോക്കി ചെയ്യാൻ പാടില്ല. ഗുരുവിൽ നിന്ന് ഉപദേശം വാങ്ങിയിട്ട് വേണം ജപിക്കുവാൻ വേണ്ടി. 6 കൈയുള്ള ഗണപതി സങ്കല്പങ്ങളുണ്ട്, 8 കൈകളുള്ള ഗണപതി സങ്കല്പം, 16 കൈകളുള്ള ഗണപതി സങ്കല്പങ്ങളുണ്ട്. എല്ലാ ഗണപതിയും ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണ് അവതരിച്ചിരിക്കുന്നത്. മഹർഷിമാർ ഇതെല്ലാം കണ്ടവരാണ്, അവരുണ്ടാക്കി വെച്ചവരല്ല. മന്ത്രദ്രഷ്ടാരോ ഋഷയ ന മന്ത്രസൃഷ്ടാര. മന്ത്രത്തെ സൃഷ്ടിച്ചവരല്ല മഹർഷിമാർ, മന്ത്രത്തെ കണ്ടുപിടിച്ചവരാണ്. മഹർഷിമാർ അവരുടെ കുണ്ടലിനി ശക്തിയെ മൂലാധാര ചക്രത്തിൽ നിന്നും ഉണർത്തി ഓരോ ചക്രത്തിൽ വിശ്രമിപ്പിച്ചുകൊണ്ട് അവർ ചിന്തിക്കുകയാണ്. അത് മുഴുവൻ അവർക്ക് സ്വായത്തമാക്കാൻ പറ്റുന്നു. ഗണപതിയെപ്പറ്റി അനവധി കാര്യങ്ങൾ ഇനിയും കുറേ കൂടി പറയുവാനുണ്ട്. ഇതൊന്നും പറയുവാനുള്ള സമയം ഇവിടെ അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് തൽക്കാലം ഈ ഗണപതി സങ്കല്പം എന്ന് പറയുന്ന വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.